നമസ്കാരം. CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയന് കരുത്തും കരുതലുമായിരുന്നു കോടിയേരി ബാലകൃഷ്ണനും EP ജയരാജനും. പിണറായിക്ക് വേണ്ടി സംഘടനയെ ചലിപ്പിക്കാൻ കോടിയേരിയും അതിനുള്ള ഫണ്ട് കണ്ടെത്താൻ EP ജയരാജനും. ഇങ്ങനെയായിരുന്നു ഈ സംഘം മുന്നോട്ട് പോയിരുന്നത്. എന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയൻ എത്തുന്നതോടെ EP-യുടെ പ്രസക്തി കുറഞ്ഞുവെന്ന കാഴ്ചയാണ് CPM രാഷ്ട്രീയം കണ്ടത്. ബന്ധു നിയമന വിവാദത്തിൽ പിണറായി കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ച EP-ക്ക് അവിടം മുതൽ പിഴയ്ക്കുകയായിരുന്നു. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പിന്നീട് മുഖ്യമന്ത്രി കസേരയിലേക്ക് തിരികെ വന്നുവെങ്കിലും പഴയതുപോലെ പിണറായിക്ക് പ്രിയപ്പെട്ടവനാകാൻ കഴിഞ്ഞില്ല. കോടിയേരി ബാലകൃഷ്ണന്റെ ആകസ്മികമായ വിയോഗത്തിന് ശേഷം അദ്ദേഹത്തിന് പകരക്കാരനാകാൻ പിണറായി തന്നെ ക്ഷണിക്കുമെന്നും EP പ്രതീക്ഷിച്ചു. പക്ഷേ അവിടേക്ക് വന്നത് തന്നേക്കാൾ ജൂനിയറായ MV ഗോവിന്ദൻ. ഇതോടെ EP-യുടെ പ്രതീക്ഷകൾ അസ്തമിക്കുകയും മറ്റു രാഷ്ട്രീയ വഴികൾ തേടുകയുമായിരുന്നു ചെയ്തത്. പാർട്ടിയോട് അകന്നു നിന്ന് പ്രതിഷേധം അറിയിച്ചു. ഇത് ചർച്ചയായതോടെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനം നൽകിയെങ്കിലും ആ പദവിയിൽ ശോഭിക്കാൻ EP-ക്ക് കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിലാണ് BJP കേന്ദ്ര നേതാക്കളുമായി EP ജയരാജൻ ചർച്ച നടത്തിയെന്ന കാര്യം പുറത്തു വരുന്നതും അതിനുള്ള സ്ഥിരീകരണം തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ EP ജയരാജൻ നടത്തുന്നതും. ഇതോടെ അദ്ദേഹത്തിന് പുറത്തേക്കുള്ള വഴി തെളിഞ്ഞിരിക്കുകയാണ്. തിങ്കളാഴ്ച ചേരുന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തിരഞ്ഞെടുപ്പ് അവലോകനമാണ് മുഖ്യ അജണ്ടയെങ്കിലും EP ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദം ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. തിരഞ്ഞെടുപ്പ് ദിവസം നടത്തിയ പരസ്യ പ്രസ്താവന പാർട്ടിക്ക് തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിയുണ്ടായാൽ EP ജയരാജന്റെ തലയിൽ കെട്ടിവെച്ച കൈ കഴുകാനായിരിക്കും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കളുടെ ശ്രമം. EP-യുടെ മുന്നണി കൺവീനർ സ്ഥാനം തെറിക്കും. വിജയരാഘവനെ കൺവീനർ സ്ഥാനത്തേക്ക് മടക്കിക്കൊണ്ടുവരാനാണ് സാധ്യത. ജയരാജനെതിരെ നടപടി വേണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട്. നേരത്തെ സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ട ദേശാഭിമാനി ബോണ്ട് വിവാദ വ്യവസായിയുമായുള്ള ദേശാഭിമാനി ഭൂമി ഇടപാട്, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ ബന്ധു നിയമനം തുടങ്ങിയ വിഷയങ്ങളിൽ EP ജയരാജനെതിരെ പാർട്ടി സംസ്ഥാന നേതൃത്വം അച്ചടക്ക നടപടിയെടുത്തിരുന്നു. ഇപ്പോഴത്തെ വിഷയത്തിലും മുഖ്യമന്ത്രിയുടെ തള്ളിപ്പറയലിനും അപ്പുറമുള്ള നടപടി വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഇടതുമുന്നണിയിലും EP-യോടുള്ള അതൃപ്തി പുകയുകയാണ്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തു. കമ്പോള മേധാവിത്വം രാഷ്ട്രീയത്തിൽ പിടിമുറുക്കുമ്പോഴാണ് ദല്ലാളന്മാർ പന പോലെ വളരുന്നതെന്നാണ് ദല്ലാൾ നന്ദകുമാർ EP ബന്ധത്തെക്കുറിച്ച് ബിനോയ് വിശ്വം വിശേഷിപ്പിച്ചത്. ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെയാണെന്ന പ്രചാരവേല ശക്തിപ്പെടുമ്പോൾ അവയ്ക്കെതിരെ വാക്കിലും പ്രവൃത്തിയിലും ജാഗ്രത പാലിക്കാൻ കടപ്പെട്ടവരാണ് ഇടതുപക്ഷ നേതാക്കളുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. തിരഞ്ഞെടുപ്പ് അവലോകനവുമായി ബന്ധപ്പെട്ട് ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ EP വിഷയം ചർച്ച ചെയ്യാനാണ് CPI ഉൾപ്പെടെയുള്ള ഘടക കക്ഷികളുടെ തീരുമാനം. EP-യെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും ഘടക കക്ഷികൾ യോഗത്തിൽ ആവശ്യപ്പെടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ പ്രധാന പ്രചാരണമായിരുന്നു ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നുള്ളത്. എന്നാൽ ഈ പ്രചരണ ക്യാമ്പയിന് തിരിച്ചടിയായി മാറി EP-യും BJP നേതാവ് പ്രകാശ് ജാവ്ദേക്കറും തമ്മിലുള്ള കൂടിക്കാഴ്ച. തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയേറ്റാൽ പാർട്ടിക്കുള്ളിൽ CPM BJP ബന്ധമായിരിക്കും ഭരണവിരുദ്ധ വികാരത്തെക്കാൾ കൂടുതൽ ചർച്ചയാകുന്നത്. പത്മജ വേണുഗോപാലിനെ BJP-യിലേക്ക് എത്തിക്കാൻ ചരടുവലി നടത്തിയ ആളാണ് പ്രകാശ് ജാവ്ദേക്കർ. EP-യുടെ BJP ബന്ധത്തെക്കുറിച്ച് ആദ്യം ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. തിരുവനന്തപുരം NDA സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ EP ജയരാജൻ ബിസിനസ് കൂട്ടുകെട്ടിനെതിരെയാണ് VD സതീശൻ രംഗത്ത് വന്നത്. BJP CPM എന്ന് പറയുന്നത് പോലെയാണ് നിരാമയ വൈദേകം റിസോർട്ട് എന്ന പേരുമാറ്റം എന്നും VD സതീശൻ ആരോപിച്ചിരുന്നു. ഇതിനിടെയാണ് BJP സ്ഥാനാർത്ഥികളെ പുകഴ്ത്തി EP രംഗത്ത് വന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രധാന മത്സരം BJP-യും ഇടതുമുന്നണിയും തമ്മിലാണെന്നായിരുന്നു EP-യുടെ പ്രസ്താവന. മികച്ച സ്ഥാനാർത്ഥികളെന്ന BJP സ്ഥാനാർത്ഥികളെ വിശേഷിപ്പിക്കുകയും ചെയ്തു. ഇതിനെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും എതിർത്തിരുന്നു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ബന്ധു നിയമനത്തിന്റെ പേരിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നപ്പോൾ മുതൽ CPM-ൽ അതൃപ്തനായി തുടങ്ങിയതാണ് EP. കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തിന് ശേഷം MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയും PB അംഗവുമായതോടെ EP-യുടെ അതൃപ്തി പതിന്മടങ്ങായി. MV ഗോവിന്ദൻ നയിച്ച ജനകീയ പ്രതിരോധ യാത്രയിൽ പങ്കെടുക്കാതെ ദല്ലാൽ നന്ദകുമാറിന്റെ കുടുംബക്ഷേത്രത്തിലെ പരിപാടിക്ക് പോയാണ് പ്രതിഷേധിച്ചത്. നന്ദകുമാറിനെ അമ്മയെ പൊന്നാടെ അണിയിക്കുന്ന ദൃശ്യങ്ങൾ ചർച്ചയായപ്പോഴാണ് തൃശൂരിലെത്തി ജനകീയ പ്രതിരോധ യാത്രയിൽ മുഖം കാണിച്ചത്.
അന്ന് തന്നെയാണ് നന്ദകുമാറിന്റെ മധ്യസ്ഥതയിൽ ചർച്ച നടന്നുവെന്ന് ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചതും. CPM-ൽ നിന്നും EP ജയരാജൻ അകന്നു തുടങ്ങിയതിന് പിന്നിൽ വൈദേകം റിസോർട്ടും ഒരു കാരണമായിരുന്നു. CPM സംസ്ഥാന കമ്മിറ്റിയിൽ EP ജയരാജനെതിരെ P ജയരാജൻ സാമ്പത്തികാരോപണം ഉന്നയിച്ചതും ഈ റിസോർട്ടിന്റെ പേരിലായിരുന്നു. വൈദേകം റിസോർട്ടിന്റെ മറവിൽ അനധികൃത സ്വത്ത് സമ്പാദനം നടക്കുന്നുണ്ടെന്നായിരുന്നു പ്രധാന ആരോപണം. P ജയരാജൻ ഉന്നയിച്ച ആരോപണം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എഴുതി വാങ്ങിക്കുകയും അന്വേഷിക്കുമെന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. LDF കൺവീനറായിട്ടും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമായിരുന്നു പ്രചാരണ ചുമതല EP-ക്ക് നൽകിയിരുന്നത്. നന്ദി.